ലക്ഷദ്വീപിൽ സമരങ്ങൾക്കും വിലക്ക്. സർക്കാർ സ്ഥാപനങ്ങളിൽ സമരം പാടില്ല. മദ്യനയത്തിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിലാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ വിചിത്ര ഉത്തരവ്. മുൻകൂർ അനുമതിയില്ലാതെ മൈതാനങ്ങളിലോ മറ്റ് പൊതുസ്ഥലങ്ങളിലോ സമരം പാടില്ല. സമരം 4 മണിക്കൂറിൽ കൂടരുത് എന്നുമാണ് കർശന നിർദ്ദേശങ്ങൾ. സിനോജ് തോമസ് വിവരങ്ങളുമായി ചേരുകയാണ്. സിനോജ്, ഇത്തരം ഉത്തരവുകൾ ഇറക്കാനുള്ള അടിസ്ഥാന നിയമം എന്താണ്? മാധോ, ജില്ലാ മജിസ്ട്രേറ്റാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് 3 വിഷയങ്ങളിൽ ലക്ഷദ്വീപിൽ സമരങ്ങൾ നടന്നു വരികയാണ്. ഒന്ന്, 47 വർഷം പഴക്കമുള്ള മദ്യനിരോധനം ലക്ഷദ്വീപിൽ നിന്ന് എടുത്തു മാറ്റി. അതിനെതിരെ വലിയ പ്രതിഷേധം നടക്കുന്നു. അവിടുത്തെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ നടക്കുന്നു. അവിടുത്തെ തെങ്ങുകൾ, സ്വകാര്യ വ്യക്തികളുടെ തെങ്ങ് മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമരം നടക്കുന്നു. അങ്ങനെ സമരങ്ങൾ തുടർച്ചയായി നടന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. 60 ദിവസത്തേക്കാണ് നിയന്ത്രണം. അതുമാത്രമല്ല, സർക്കാർ ഓഫീസുകളുടെ മുൻപിലോ പോർട്ടിന്റെ മുൻപിലോ ജെട്ടിക്ക് മുൻപിലോ അല്ലെങ്കിൽ പമ്പിന്റെ മുൻപിലോ ഹെലിപ്പാഡിന് മുൻപിലോ പോലീസ് സ്റ്റേഷന് മുൻപിലോ സമരം ചെയ്യാൻ കഴിയില്ല. സർക്കാർ ഓഫീസുകളുടെ മുൻപിലോ സമരം ചെയ്യാൻ കഴിയില്ല. സമരം ചെയ്യണമെങ്കിൽ 24 മണിക്കൂർ മുൻപ് SP-ക്ക് രേഖാമൂലം അപേക്ഷ നൽകണം. SP അത് പരിശോധിച്ച് 12 മണിക്കൂറിനകം ഒരു മറുപടി നൽകും. അങ്ങനെ സമരത്തിന് അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ മൈതാനത്തോ മറ്റ് SP നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് സമരം നടത്താം. ആ സമരം 4 മണിക്കൂറിലധികം നീണ്ടുപോകാനും പാടില്ല എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ഈ ഉത്തരവ് കർശനമായി പാലിക്കാൻ എല്ലാ പോലീസ് സ്റ്റേഷനും നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. മാധു, ശരി, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. ലക്ഷദ്വീപിൽ സമരവിലക്ക്.